ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. ഫോർച്യൂണർ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കാണ് വണ്ടി 2012 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ എൻഗേജാണ് ഉണ്ടായിരുന്നത്. വണ്ടി വഴിയിൽ നിന്നാണ് നമ്മൾ പോയി പിന്നെ തൽക്കാലത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വന്നത്. വണ്ടി വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഏതും വീഴുന്നില്ല, ഗിയർ സ്റ്റക്ക്, ന്യൂട്രലിന് ഒരു പൊസിഷനിലേക്കും വീഴുന്നില്ല എന്നായിരുന്നു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളത് പോയി നോക്കി ഗിയറൊക്കെ സെറ്റാക്കി ഒരു വിധത്തിൽ ഒപ്പിച്ച് കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ സാധനം ഒന്നും റെഡിയിൽ ഉണ്ടായില്ല. അതിൽ കംപ്ലയിൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ബുഷ് വരും, നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ വരുന്നത് പോലെ അവിടെ ഒരു ബുഷ് വരും. പക്ഷേ സ്വിഫ്റ്റിൻ്റെ ഒന്നും ഷൂട്ട് ആവില്ല അതിനകത്ത്, ടൊയോട്ട തന്നെ വേണം. എന്നാൽ ഇത് ബുഷ് മാത്രമായിട്ട് തനിയെ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരുന്നു ഗിയർ വീഴാതിരുന്ന് സ്റ്റക്കായതാണ്. എന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിന്നിട്ട് ഈ ഗിയർ എൻഗേജ് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റക്കായി നിന്നു. അപ്പോൾ ഒട്ടും തന്നെ ന്യൂട്രലിൽ തന്നെ ബാക്കി വേറെ ഏത് ഗിയർ വീഴുന്നു. അപ്പോൾ നമ്മൾ നോക്കി അത് ഒരു വിധത്തിൽ ഒപ്പിച്ച് സെറ്റാക്കി ഒരു ടാഗ് ഇട്ട് കസ്റ്റമർ ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ ഓടിച്ചു. ഈ സൈഡാണ് വരുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ അടിച്ചിട്ടാണ് കൊടുത്തത്. വെച്ചാൽ വേറെ ബുഷ് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ ചെയ്തത്, ടാഗ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കൊടുത്തത്. എന്നിട്ട് ഏകദേശം ഒരു മാസം ഓടിച്ചു. സാധനം ഓർഡർ ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം വന്നത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ദിവസം പുതിയ സാധനം വന്നിട്ടുണ്ട്, കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പുതിയ ലിവർ വരുന്നതിൻ്റെ ഈ ബുഷാണ് പോയിരിക്കുന്നത് അതിനകത്ത്. ഇതിപ്പോൾ ഇടാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ബോൾട്ടോ നെട്ടോ കാര്യങ്ങളൊന്നും അഴിക്കരുത്. അത് കറക്റ്റായിട്ട് അതിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വെറുതെ നമുക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിക്കോളും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇങ്ങനെ സ്റ്റക്കാകുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ റീസൺ ഈ ഒരു ഫോൾട്ട് കൊണ്ട് തന്നെയാണ് വരുന്നത് ഫോർച്യൂണറിന് ഓട്ടോമാറ്റിക്കിന്. അല്ലാതെ ഗിയർ ബോക്സിനോ ഗിയറിനോ ഒന്നും കംപ്ലയിൻറ്റ് വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ആൾക്കാർ പോയിട്ട് അതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞു, അതുപോലെ സ്കാൻ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെയും വരാം സ്റ്റക്കായിട്ട്. അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതിൻ്റെ ബുഷ് പോകുന്ന കംപ്ലയിൻ്റാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. നമുക്ക് സ്വിഫ്റ്റിനൊക്കെ ബുഷ് പോയി കഴിഞ്ഞാൽ ഗിയർ ഫ്രീ ആവില്ല, ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് വരുന്നത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ അതിൻ്റെ ബുഷായിരുന്നു. അത് പിന്നെ ഇട്ടിട്ട് അപ്പോൾ തന്നെ കസ്റ്റമറിനെ വിട്ടു. എന്നിട്ട് ഇപ്പോൾ സാധനം ഓർഡർ ചെയ്ത് വന്നിട്ട് ഏകദേശം 10,500 രൂപ അങ്ങാണ്ട് വരുന്നുണ്ട് ഈ ഒരു കേബിളിന്. ബുഷ് പോയാലും കേബിൾ സെറ്റോടുകൂടി കിട്ടുള്ളൂ, ഒറിജിനലുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാൻ അടിയിലും കുറച്ച് സാധനങ്ങൾ അഴിക്കാനുണ്ട്. അത് അഴിച്ചതിന് ശേഷം ഇവിടെയും 2-3 ഐറ്റംസ് അഴിക്കാനുണ്ട്. ഒരു ജസ്റ്റ് ഒരു ലോക്കാണ്, ആ ലോക്ക് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. വെറുതെ വെച്ചാൽ മതി, അമുത്തണ്ട. ഈ ടീത്ത് വരുന്ന ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. ഒരു ലോക്ക് പോലെ വരുന്നുണ്ട് അതിനകത്ത്. അതിൻ്റെ ടീത്ത് ഭാഗം മുകളിൽ വെച്ചിട്ട് വേണം ഇത് പ്രസ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഇതിനകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അടിയിലുള്ള നമുക്ക് ഈ ലോക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകളിൽ അവർക്ക് 500 നെറ്റ് ഇടാനുണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ ഫിറ്റിങ്സ് കഴിഞ്ഞു. നമ്മൾ പാർക്കിലാക്കിയിട്ട് താഴത്തെ ഒരു ബോൾട്ടും കൂടെ ഇടാനുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത്. ഇവിടെ ഒരു ചെറിയൊരു ക്ലാമ്പ് വരും. ഇവിടെ നേരത്തെ നമ്മളെ അവിടെ ലോക്ക് ചെയ്ത പോലൊരു ലോക്കിംഗ് സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വിടും. അത്രേ ഉള്ളൂ അതിനകത്ത്. വഴിയിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കി മേജർ വർക്കിന് പോയാൽ മതി. അല്ലാതെ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ പല ആൾക്കാർക്കും ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും പണിയാം, ഓട്ടോമാറ്റിക്കലി വലിയ ഐഡിയ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അതോടെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരിക. ഇനിയിപ്പോൾ നമുക്ക് ഗിയർ കാര്യങ്ങൾ ഇട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്.
10,398 രൂപ വരുന്നുണ്ട് റേറ്റ്. ടൊയോട്ടയുടെ ഒറിജിനൽ പാർട്സ് തന്നെ. സെറ്റിങ്സ് നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഗിയർ നിട്ട് വെക്കാം. അവിടെ നിന്ന് കീ ഓൺ ആക്കിയിട്ട് ബ്രേക്ക് വിട്ടു. ഓക്കെ, ഇത് പിന്നൊരു കാര്യം, ബ്രേക്ക് എടുത്തും കാലിന് ഓഫ് ആക്കും. നമുക്ക് ഇങ്ങനെ കീ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗിയറിടെ ടൈറ്റ് ആവും. ഇതാണ്ടല്ലേ, നമുക്ക് വീഴില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഷിഫ്റ്റ് ലോക്ക് ഉണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടത്തിന് ന്യൂട്രൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് അമർത്തിയിട്ട് ഗിയർ ഇട്ടാൽ മതി, ന്യൂട്രലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഉണ്ടല്ലേ, അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പാർക്കിലിട്ടിട്ട് വണ്ടി നമ്മൾ തള്ളേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പേടിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. നമുക്ക് ഗിയർ ന്യൂട്രലാക്കി തള്ളാനും പറ്റില്ല. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ എല്ലാ വണ്ടിയിലും ഉണ്ടാവും. നമുക്ക് ടൊയോട്ടയുടെ വണ്ടിയിൽ പ്രത്യേകിച്ച് എടുത്ത് ഇങ്ങനെ കാണിക്കുക, ചില വണ്ടികളിൽ ഇവിടെ ഒരു മൂടി മാറി നിൽക്കുന്നുണ്ടാവും. അത് പൊക്കിയതിന് ശേഷം ഈ ഇത് അമർത്തിയിട്ട് നമുക്ക് ന്യൂട്രലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, തള്ളാൻ പറ്റും. ഒരിക്കലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയറിലിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒന്നും ഓടിച്ച് നോക്കാനില്ല. ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡീല് വീട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ വർക്കും കറക്റ്റായിരിക്കും. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ആ ഒരു നമ്മൾ കേബിൾ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഉണ്ടല്ലോ, അതൊക്കെ അഴിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മൾ അത് മില്ലിംഗ് ആണ്, അത് ഇടുമ്പോൾ ചിലപ്പോൾ ആ ഒരു മില്ലിംഗ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഇടുന്നതിന് വ്യത്യാസം വരും. നമുക്ക് ഡീലിട്ടാൽ ചിലപ്പോൾ തേർഡിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്ത് വരാനുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ആ 12ൻ്റെ ആ ലെഗ് അഴിക്കാത്തത് കൊണ്ട്, ക്ലിപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഈ സംഭവം ചുമ്മാ ഇട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കുന്ന പരിപാടിയോ പണിയോ ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഒരു 1,00,000 ചില്ലാനും കിലോമീറ്ററിലാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിച്ചാൽ മതി ഈ ഒരു ബുഷ് പോയതിൻ്റെ പ്രശ്നമാണ്. വേറെ മേജറായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഇത്, എപ്പോഴും നമ്മൾ തന്നെ സർവീസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആയി നിന്ന് കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറേ വർക്ക്ഷോപ്പ്, 2-3 വർക്ക്ഷോപ്പുകാരൊക്കെ വന്ന് നോക്കിയിട്ട് അവസാനം ഞാൻ തന്നെ പോയിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ കുറച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയുന്ന ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് വെറുതെ വലിച്ചു വാരി വേറെ കംപ്ലയിൻറ്റുകൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും